അതായത് നിങ്ങൾ ഈ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ 7 കൊല്ലം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ ആ 7 കൊല്ലം കൊണ്ട് നിങ്ങൾ പഠിച്ച മാത്സ് മൊത്തം ഞങ്ങൾ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇത്ര അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ട്, നിങ്ങൾക്ക് അത്ര ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് 8ാം ക്ലാസ് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ഫിസിക്സിൽ നിങ്ങൾക്ക് മാത്സ് അറിയണം, കെമിസ്ട്രിയിൽ പല പ്രോബ്ലംസും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്സ് അറിയണം. നിങ്ങൾക്ക് മാത്സിൽ ഓൾറെഡി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. ഏത് നമ്പർ കിട്ടിയാലും ഹരിക്കാൻ അറിയാം എന്ന് പറയുന്ന എത്ര കുട്ടികൾ ഇവിടെ ഉണ്ട്? വളരെ ചുരുക്കമായിരിക്കും. ഇനി നമ്മളുടെ ഡെസിമൽ നമ്പേഴ്സ് വെച്ച് ഹരിക്കലാണെങ്കിലോ? നോ ഐഡിയ. ഇനി നമ്മളുടെ എക്സ് ഒക്കെ വരുന്ന സമയത്ത് ഓൾജിബ്രായിക് പ്രോബ്ലംസ് ആണെങ്കിലോ? കയ്യിന്ന് പോകൂലെ. ഇതാണ് നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത്. സത്യം പറയുകയാണെങ്കിൽ ഈ 7 കൊല്ലം കൊണ്ട് നിങ്ങൾ പഠിച്ച മാത്സ് പലതും നിങ്ങളോട് മറന്നു പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ഇനിയും വേണോ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ മക്കളെ, ഈ ഒരു 8ാം ക്ലാസ്സിന്റെ പ്രത്യേകത എന്താ പറയുക? 8ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നമുക്കറിയാം ബേസിക് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് പറഞ്ഞ് മാറുന്നൊക്കെ ഉണ്ട്. ഈ ഒരു ഫിസിക്സിലായിക്കോട്ടെ കെമിസ്ട്രിയിലായിക്കോട്ടെ മാത്സിന്റെ കൂടെ തന്നെ ഇവിടെയും മാത്സ് ഉണ്ട്. ഫിസിക്സിൽ നിങ്ങൾക്ക് മാത്സ് അറിയണം, കെമിസ്ട്രിയിൽ പല പ്രോബ്ലംസും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്സ് അറിയണം. നിങ്ങൾക്ക് മാത്സിൽ ഓൾറെഡി നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. സംശയമുണ്ടോ? മിസ് വിത്ത് പ്രൂഫാണ് മിസ് വന്നിട്ടുള്ളത്. ഇവിടെ നോക്ക്, നമ്മളുടെ കെമിസ്ട്രിയിൽ നമ്പർ ഓഫ് ആറ്റംസ് കാണാൻ നിങ്ങളോട് 8ാം ക്ലാസ് എന്ന് ചോദിക്കും. അത് കാണണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയണം, ബോർഡ് മാസ് എങ്ങനെയാണെന്ന് അറിയണം. എന്നാൽ മാത്രമേ ഒരു കുട്ടിക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കറക്റ്റ് ആയിട്ട് എണ്ണങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും, പക്ഷെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൈനസ് ഒക്കെ ചെയ്യാൻ കറക്റ്റ് ബോർഡ് മാസ് അറിഞ്ഞേ പറ്റുള്ളൂ. ഇനി നമ്മളുടെ ഫിസിക്സിലേക്ക് പോവുകയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v-u/t ആണ്, പ്രഷർ F/a ആണ്, ഫോഴ്സ് പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. ഈ ഏത് നോക്കിയാലും അതിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അറിഞ്ഞേ പറ്റുള്ളൂ, എന്നാലേ ഈ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് നമ്മളുടെ 8ാം ക്ലാസ്സിൽ എന്ന് പറയുന്നത് ഒരിക്കലും മാത്സിൽ മാത്രമല്ല നിങ്ങൾ മാത്സ് പഠിക്കുന്നത്, ഈ ഒരു ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ മാത്സ് വേണം. ഇനി മാത്സിൽ ഇനിയൊന്നും വേണ്ട മിസ്സേ, മാത്സിലും വേണം. മാത്സിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് വർഗ്ഗങ്ങൾ, സ്ക്വയേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ആ സ്ക്വയേഴ്സിൽ ഇവർ 7.6ന്റെ സ്ക്വയർ കാണൂ എന്ന് പറയും. ഈ 7.6ന്റെ സ്ക്വയർ കാണുന്ന ഇവർ എങ്ങനെയാ അറിയോ? 7 + 0.6 എന്ന് ഇതിനെ എഴുതിയിട്ട് ഇതിന്റെ സ്ക്വയർ ആണ്. ഇത് കാണണമെങ്കിൽ 7ന്റെ സ്ക്വയർ +2 × 7 × 0.6 0.6ന്റെ സ്ക്വയർ. ഇത്രയും ചെയ്തിട്ടാണ് ഈ ഒരു സ്ക്വയർ കാണുന്നത്. ഈ ഒരു മെത്തേഡാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ, നമ്മളുടെ പോയിന്റ് നമ്പേഴ്സ്, ഡെസിമൽ നമ്പേഴ്സ് വരുമ്പം എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് സ്ക്വയേഴ്സ് കാണുന്ന അറിയണം. അങ്ങനെ തുടങ്ങി നിങ്ങൾ മാത്സിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കുട്ടികളുടെ കയ്യിൽ ഇല്ല എങ്കിൽ കയ്യിന്ന് പോയി. ഉറപ്പ് പറയാലോ, നിങ്ങൾക്ക് കയ്യിന്ന് പോയി എന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട്, നിങ്ങൾക്ക് അത്ര ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് 8ാം ക്ലാസ് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളെ വെറുതെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുമോടാ, ഉഷാറായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറ്റിക്കുന്നില്ല. ഞാൻ സത്യമായിട്ട് പറയാടാ, നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും 8ാം ക്ലാസ്സിൽ നല്ലൊരു സ്കോർ വാങ്ങാൻ കഴിയില്ല. 8ാം ക്ലാസ്സിൽ ഒരിക്കലും ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റില്ല. 8ാം ക്ലാസ്സിൽ ഒരിക്കലും നിങ്ങൾക്ക് മാത്സിൽ ജയിക്കാൻ പോലുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. എന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഇപ്പൊ എജ്യൂപോർട്ട് വന്നിട്ടുള്ളത്. അതാണ് ഞങ്ങളുടെ മാത്സിന്റെ ബേസ് കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ്. ഈ ഒരു ബേസ് കോഴ്സിൽ എന്താ പഠിപ്പിക്കുന്നത് അറിയോ? നിങ്ങൾക്ക് ഈ ഒരു അഡീഷൻ, സബ്ട്രാക്ഷൻ, കൂട്ടലും കുറയ്ക്കലും തൊട്ടിട്ട് നിങ്ങൾക്ക് എക്സ് സോൾവ് ചെയ്യുന്ന ഓൾജിബ്ര ഉപയോഗിച്ചിട്ട് കുറേ പ്രോബ്ലം, നിങ്ങൾ എക്സ് ഉപയോഗിച്ച് കുറേ പ്രോബ്ലം ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ 7th പഠിച്ചിട്ടില്ലേ, അതുവരെ ഞങ്ങൾ പഠിപ്പിക്കും. അതായത് നിങ്ങൾ ഈ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ 7 കൊല്ലം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ ആ 7 കൊല്ലം കൊണ്ട് നിങ്ങൾ പഠിച്ച മാത്സ് മൊത്തം ഞങ്ങൾ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. അത് ഞങ്ങളുടെ വാക്കാണ്. ഞങ്ങളുടെ സിലബസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വീഡിയോസ് എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ അങ്ങനെ തുടങ്ങിയിട്ട് അത്രയും 1ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇനി ആ വീഡിയോസ് വെറുതെ മിസ്സേ അങ്ങോട്ട് തരുകയാണോ, മിസ്സേ വെറുതെ അങ്ങോട്ട് കാണുകയാണോ ഈ ബേസ് കോഴ്സിൽ ചെയ്യുന്നത്? അല്ല, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഞങ്ങളുടെ ബേസ് കോഴ്സ് എന്താണെന്നുള്ളത്. നിങ്ങൾ നമ്മളുടെ ബേസ് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ തന്നെ ഒരു മെൻറ്റർ ഇവിടുന്ന് കോൾ ചെയ്യും. മെൻറ്റർ എന്നിട്ട് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നമില്ലാത്തത്, സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണ്, ഒരു വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെ നിങ്ങളുടെ മാത്സിന്റെ പ്രശ്നങ്ങളൊക്കെ ആ മെന്റർ ചോദിച്ചറിയും. നിങ്ങളോട് ആരെങ്കിലും ഇത്രയും കാലമായിട്ട് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ? കൂട്ടാനും കുറയ്ക്കാനും അറിയുമെടാന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ?
ചോദിച്ചിട്ടുണ്ടാവില്ല. പല ആൾക്കാരും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. അവർ വിചാരിക്കുന്നുണ്ടാവും, നിങ്ങളുടെ ടീച്ചേഴ്സ് വിചാരിക്കുന്നുണ്ടാവും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഇവർക്ക് അറിയാതിരിക്കുമെന്ന്. പക്ഷെ കൂട്ടാനും കുറയ്ക്കാനും അറിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഞങ്ങളുടെ മെന്റേഴ്സ് ആദ്യത്തെ കോളിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയോ, ഹരിക്കാൻ അറിയോ, കറക്റ്റായിട്ട് നിങ്ങളെ ചോദിച്ച് മനസ്സിലാക്കും. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വെറുതെ കൂട്ടാൻ നമുക്ക് അറിയൂല അല്ലെങ്കിൽ കുണിക്കാൻ അറിയൂല അങ്ങനെ ഒന്നും വെറുതെ ഒഴിവാക്കല്ല കേട്ടോ. നിങ്ങൾ അവിടെ കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ അവരത് പൊക്കും. അതായത് നമ്മളുടെ മെന്ററിന്റെ കോളിന് ശേഷം അടുത്തതായിട്ട് ഞങ്ങൾ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും നിങ്ങൾക്ക്. ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റിൽ എന്താ ചോദിക്കുന്നത് അറിയോ? വലിയ ആനക്കാരും ചേരക്കാരും ഒന്നും ഈ ഒരു അസസ്മെന്റ് ടെസ്റ്റിൽ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് ഒരു 30 ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് തരും. ആ ഒരു 30 ക്വസ്റ്റ്യൻസിൽ കൂട്ടാനുണ്ടാവും, കുറയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഹരിക്കാനുണ്ടാവും, ആൻഡ് നമ്മളുടെ ഡെസിമൽ നമ്പേഴ്സിനെ ഗുണിക്കാനും കൂട്ടാനും ഒക്കെ ഉണ്ടാവും. ഇവിടെ എക്സ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, നമ്മളുടെ ബോർഡ് മാസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു എക്സാമിലൂടെ നിങ്ങൾക്ക് ചോദിക്കും. ആ എക്സാം നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റിപ്പോർട്ട് നിങ്ങൾക്ക് തരും. ആ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരും നിങ്ങളുടെ വീക്ക് ഏരിയാസ് ഏതാണ്, നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ഏതാണ്, ഏതിലാണ് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് തീരെ അറിയാത്തത്, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് നല്ലോണം അറിയുന്നത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. എന്നിട്ട് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം അടുത്തായിട്ട് നമ്മൾ കുറച്ച് റെക്കോർഡഡ് ക്ലാസ്സസ് തരും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വീക്ക് ഏരിയാസ് എന്ന് പറയുന്ന ഡെസിമൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആയിരിക്കും നിങ്ങളുടെ വീക്ക് ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞുതരും ഈ ഒരു ഫ്രാക്ഷൻ്റെ വീഡിയോസും അതുപോലെ നമുക്ക് ഈ വീഡിയോസും ആണ് നീ കാണേണ്ടതെന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ കേൾക്കുക. ആ റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് ഷീറ്റ്സ് തരുന്നുണ്ടാവും. ആ വർക്ക് ഷീറ്റ് നിങ്ങൾ ചെയ്യുകയും കൂടി ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സംശയവും എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവില്ല. ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ചോദിച്ചിട്ട് എന്ത് ചെയ്യാം, ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. അങ്ങനെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തേ നിങ്ങൾ മുന്നോട്ട് പോകുന്നുള്ളൂ. ഈ ഒരു സമയമാണ് സത്യം പറയാലോ, ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് ബേസിക് സെറ്റാക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഒരേ ഒരു അവസരം എന്ന് പറയുന്നത് ഈ ഒരു മാസമാണ്. ഇനി 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ് പോയി കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ ബേസിക് പഠിക്കാൻ നേരം ഉണ്ടാവില്ല. അത്രയും വലിയ കണ്ടന്റ് ആണ് നിങ്ങൾ അവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 8ാം ക്ലാസ്സിന്റെ മുന്നേയുള്ള ഈ കുഞ്ഞു വെക്കേഷൻ, ഈ ഒരു വെക്കേഷനാണ് നിങ്ങളുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിലെങ്കിലും നിങ്ങളുടെ ബേസിക് നിങ്ങൾ സെറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ അത് സെറ്റ് ആക്കാൻ പോകുന്നില്ല, ജീവിതത്തിൽ നിങ്ങൾ മാത്സിൽ വിജയിക്കാനും പോകുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരാൻ ശ്രമിക്കുക. മുന്നോട്ട് വരാം, എനിക്ക് ഇത് അറിയില്ല, എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാണെങ്കിൽ താങ്ങി നിർത്താൻ, സീറോന്ന് ഹീറോ ആക്കാൻ ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഇനി ഞങ്ങളുടെ ഈ ഒരു റെക്കോർഡഡ് ക്ലാസ് കണ്ടു, വാട്സപ്പിലൂടെ ഡൗട്ട് ക്ലിയർ ചെയ്തു, ഞങ്ങളുടെ വർക്ക് ഷീറ്റ്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം അടിപൊളിയായിട്ടുണ്ടാവും. പക്ഷേ അത് അടിപൊളി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യും, എക്സാം നടത്തും, ഒരു റെമഡിയൽ ടെസ്റ്റ്. ആ ഒരു ടെസ്റ്റ് റീടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ആ റീടെസ്റ്റിൽ ഒന്നുകൂടെ ചിലപ്പോൾ ആ റീടെസ്റ്റിൽ നിങ്ങൾ ചിലപ്പോൾ 0 മാർക്കായിരിക്കും ഇവിടെ വാങ്ങിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 2 മാർക്ക് വാങ്ങി ഇവിടുത്തെ കുട്ടി ഇവിടേക്ക് എത്തുമ്പോൾ മിക്കവാറും 30ൽ 30 വാങ്ങാൻ നിങ്ങൾ കെൽപ്പായിരുന്നു, നിങ്ങൾ കറക്റ്റായിട്ടുണ്ടാവും. ആ 30ൽ 30 നിങ്ങൾ വാങ്ങുന്നുണ്ടാവും. എങ്ങാനും നിങ്ങൾക്ക് എന്നിട്ടും കുറച്ചുകൂടെ അത്രയും ബേസിൽ ഇനിയും ബേസിലേക്ക് പോകണം, മിസ്സേ ഇനിയും ഞങ്ങൾക്ക് അറിയില്ല, 30ൽ ഞങ്ങൾക്ക് 30 കിട്ടിയില്ല ഞങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൈവിടുന്നില്ല. ഒരൊറ്റ പ്രാവശ്യമല്ല, ഞങ്ങൾ ചാൻസ് തരാണ്. ആ ചാൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ലൈവ് ക്ലാസ്സുകളാണ് പിന്നെ ഞങ്ങൾ തരാൻ പോകുന്നത്. ഞങ്ങൾ അടുത്തതായിട്ട് ലൈവ് ക്ലാസ്സുകൾ തരും. റെമഡിയൽ എക്സാം നടത്തും, എന്നിട്ട് ഞങ്ങൾ തരാൻ പോകുന്നത് ലൈവ് ക്ലാസ്സുകളാണ്. ആ ലൈവിലൂടെ നമ്മൾ പിന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് മക്കളെ പഠിപ്പിച്ചു തരും. അങ്ങനെ നിങ്ങൾ എപ്പോൾ ബേസ് പഠിക്കുന്നോ, എപ്പോഴാണ് നിങ്ങൾ സെറ്റ് ആവുന്നത്, അപ്പോഴേ നിങ്ങളോട് ഞങ്ങൾ ബൈ ബൈ പറയുന്നുള്ളൂ. അതുവരെ ഞങ്ങൾ നിങ്ങളുടെ ബാക്കിൽ കൂടിയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങളുടെ ബേസിക് സെറ്റാക്കിയിട്ട് അടിപൊളിയാക്കി തരും. മിസ്സിന് വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിനെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. ഇത്രയും കൊല്ലമായി ഞങ്ങളുടെ ടീമിനെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഒന്നുമില്ലെങ്കിലും 7ാം ക്ലാസ്സിൽ നിന്ന് എന്തായാലും ഞങ്ങളുടെ ടീമിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ മാത്സിന്റെ ഹഷിൽ സാർ ആയിക്കോട്ടെ, സാദിഖ് സാർ ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, നമ്മളൊക്കെ കാണുന്നുണ്ടാവും. ഞങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് തന്നു, ഞങ്ങളെ വിശ്വാസം ഉണ്ട്, ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് പോരും. ഞാൻ അത്രയും പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒരു സമയം മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഉണർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിപ്പോയ തെറ്റുകളൊക്കെ ഒന്ന് തിരിച്ചെഴുതാൻ അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരൊറ്റ സമയമേ നിങ്ങൾക്കുള്ളൂ. ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു മന്ത് എന്ന് പറയുന്നത് ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾ റെഡിയാക്കിയില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു ഫെയിലിയറിലേക്ക് ആ കുട്ടികളെ പോകാൻ പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു
എക്സാം കഴിഞ്ഞു, നിങ്ങളെ ബേസിക് ഒക്കെ സെറ്റാക്കി അടിപൊളിയാക്കി. ആ അടിപൊളിയാക്കി കഴിഞ്ഞാൽ ബേസ് കോഴ്സ് കഴിഞ്ഞു. പക്ഷെ ഞങ്ങളുടെ സൂപ്പർ ബാച്ചിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ആ ഒരു സൂപ്പർ ബാച്ചിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബേസ് കോഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ആ ഒരു ബേസ് കോഴ്സ് 999 രൂപയാണ് കേട്ടോ ബേസ് കോഴ്സിന്റെ ഫീ വരുന്നത്. പക്ഷേ ഈ ഒരു സൂപ്പർ ബാച്ചിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ ബേസ് കോഴ്സ് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ബേസ് കോഴ്സിൽ തീരുന്നതല്ല നമ്മൾ തമ്മിലുള്ള ബന്ധം. നമ്മൾ എവിടം വരെ ഉണ്ടാവും, നിങ്ങൾക്ക് എന്ന് 8ാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് കിട്ടി അവിടുന്ന് പുറത്തിറങ്ങുന്നോ 9ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ പോകുന്നോ ആ ഒരു ദിവസം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എടാ പോരടാ, അടിപൊളിയായിരിക്കും, ഉഷാറായിരിക്കും. മിസ്സിനെ വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്സ് പറയുന്നതാണ്, മിസ്സിനെ വിശ്വസിച്ച് പോരുകയാണെങ്കിൽ എടാ ഞാൻ ഗ്യാരണ്ടിയാണ് അത്രയും അടിപൊളിയായിട്ടാണ് ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നത്. അത്രയും താഴേക്ക് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ ബേസ് കോഴ്സ് കൊടുക്കുന്നത്. അത്രയും അടിപൊളിയായിട്ടാണ് ഞങ്ങളുടെ ഈ ഒരു ബാച്ച് കൊണ്ടുപോകുന്നത്. എടാ നിങ്ങളുടെ ലൈഫിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഇയർ ആയിരിക്കും, വിശ്വസിച്ചോ. സോ ഇങ്ങോട്ട് പോരടാ, ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം, ഈ കോഴ്സിൽ ചേരണമെന്ന് ഒരു കുഞ്ഞു താല്പര്യമെങ്കിലും എൻ്റെ കുട്ടികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒളിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ എടാ നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടേക്ക്. ആ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കൊക്കെ ഈ സൂപ്പർ ബാച്ച് പ്ലസ് ബേസ് കോഴ്സിൻ്റെ ആ ഒരു ഓഫർ നിങ്ങൾ ലോക്കാക്കി വെച്ച് കഴിഞ്ഞു. അതെങ്കിലും നിങ്ങൾ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ അടിപൊളിയാണ്, നിങ്ങൾക്ക് എവിടെയെങ്കിലും വീക്ക് ഏരിയ ഉണ്ടോ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങോവാ. ബാക്കിയൊക്കെ നമ്മളേറ്റു, ഞങ്ങൾ പഠിപ്പിച്ചിരും നിങ്ങളെ.